പഴയ ഹിമാലയയിൽ ഉണ്ടായിരുന്ന ഇഷ്യൂ വീണ്ടും പൊന്തി വന്നിരിക്കുകയാണ്. അങ്ങനെ പുത്തൻ പുതിയ ഹിമാലയയിലും ഷാസി ഒടിയുന്ന ഇഷ്യൂ കണ്ടെത്തിയിരിക്കുകയാണ്. ഹിമാലയന്റെ ടോപ്പ് എൻഡ് കളറായ ഹാൻലെ ബ്ലാക്കിന്റെയാണ് ഒടിഞ്ഞിരിക്കുന്നത്. ഹിമാലയന്റെ 2 മോട്ടോർ സൈക്കിളിലാണ് ഇത് വന്നിരിക്കുന്നത്. എൻജിൻ സപ്പോർട്ട് സബ് ഫ്രെയിമിനാണ് ഡാമേജ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ഫ്രെയിം ഏതാന്ന് മനസ്സിലാക്കാം. ഈ കാണിച്ച വണ്ടിയിൽ റൈറ്റ് സൈഡിലും ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ റോട്ടിലോട്ട് ഇരുന്നു പോയിട്ടുണ്ട്. ഇത് 2ാമത്തെ മോഡലിന് സംഭവിച്ചതാണ്. രണ്ടിലും സെയിം സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ആദ്യത്തെ സംഭവം ആസാമിൽ വെച്ചാണ് നടന്നത്. ഇതിനുള്ള വിശദീകരണം ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ക്രാഷ് കാർഡ് വെച്ചുകൊണ്ടാണ് വണ്ടി ആക്സിഡന്റ് ആയെന്നാണ്. കമ്പനി ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കമ്പനി പറയുന്ന ഈ ന്യായീകരണമൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. ഓഫ് റോഡിങ് കേപ്പബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിള് ആഫ്റ്റർ മാർക്കറ്റുള്ള ക്രാഷ് കാർഡ് വെച്ച എഞ്ചിൻ താഴെ വീഴും. ചിലപ്പോൾ വണ്ടിക്ക് ഈഗോ അടിച്ചിട്ടുണ്ടാവും. കമ്പനിയുടെ തന്നെ ക്രാഷ് കാർഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതായിരിക്കും. പഴയ മോഡലിലും ഈ ഇഷ്യൂ ഉണ്ടായിരുന്നു 4.1-ന്. ഞാൻ പ്രതീക്ഷിച്ചത് പുതിയ മോഡലിൽ ഇത് പരിഹരിക്കും എന്നുള്ളതാണ്. നിങ്ങളൊരു ഹിമാലയൻ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ മോഡലും ചെക്ക് ചെയ്യുക ഈ കംപ്ലൈന്റ് ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ സർവീസ് സെന്ററിൽ കാണിക്കുക. ഹിമാലയൻ ബുക്ക് ചെയ്ത കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിനെ പീരിയോഡിക് ചെക്കിംഗ് എന്ന് പറയും. ഇതാ 2 മോഡലിൽ മാത്രം ഉണ്ടായ ഇഷ്യൂ ആണ്. വേറെ മോഡലുകളിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കമ്പനി ഇഷ്യൂ റെക്ടിഫൈ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ADV മാർക്കറ്റ് ആണുങ്ങൾ കൊണ്ടുപോകും. എന്നാലും ആരും പേടിക്കേണ്ട കാര്യമില്ല. കമ്പനി ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്.